നീലേശ്വരത്ത് ആകാശപാതയ്ക്ക് വേണ്ടി സമരത്തിനിറങ്ങിയവർ തമ്മിൽ കയ്യാങ്കളി. സമൂഹ മാധ്യമത്തിൽ തുടങ്ങിയ വാദപ്രതിവാദങ്ങളാണ് ഒടുവിൽ ബുധനാഴ്ച രാവിലെ സമരപ്പന്തലിൽ നേരിട്ടുള്ള തമ്മിൽ തല്ലിൽ വരെ എത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ബുധനാഴ്ച രാവിലെയാണ് അത്യന്തം അപഹസനീയവും അപമാനകരവുമായ സംഭവം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നീലേശ്വരത്ത് ആകാശപാതയ്ക്ക് വേണ്ടി രണ്ട് വിഭാഗങ്ങളിലായാണ് സമരം നടന്നു വരുന്നത്. ജനകീയ സമരസമിതി എന്ന പേരിൽ ഒരു വിഭാഗവും നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ജനകീയ കർമ്മസമിതി എന്ന പേരിൽ മറ്റൊരു വിഭാഗവും സമരം നടത്തുന്നുണ്ട്. ഇതിൽ ജനകീയ സമരസമിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നീലേശ്വരത്തെ മുൻ ഭരണസമിതിയും ഇപ്പോഴത്തെ ഭരണസമിതിയും കൈക്കൂലി വാങ്ങിച്ച് അലൈൻമെന്റ് മാറ്റി എന്ന തരത്തിൽ ഒരു വാർത്ത വന്നിരുന്നു അത്രേ. ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ താൻ അടക്കമുള്ള ആളുകളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് ജനകീയ സമിതി ഭാരവാഹികൾ പ്രതികരിച്ചതെന്നാണ് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി പറയുന്നത്. ഈ സമരം യഥാർത്ഥത്തിൽ 4 മാസമല്ല, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് നിരവധി സമരങ്ങൾ നടത്തുകയും ഡൽഹി വരെ പോയി മന്ത്രിയൊക്കെ കണ്ടൊരു അനുഭവമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ രണ്ടാമത്തെ സമരക്കാർ നഗരസഭയും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചേർന്ന് നടത്തുന്ന സമരത്തെ വളരെ അപഹസിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നഗരസഭാ ഭാരവാഹികളും അതുപോലെ തന്നെ മുൻ നഗരസഭാ ഭാരവാഹികളുമെല്ലാം പണം കൈപ്പറ്റിയിട്ടാണ് ദേശീയപാതയുടെ അലൈൻമെൻറ്റ് മാറ്റിയത് എന്നുള്ള ഏറ്റവും തെറ്റായ ഒരു ആരോപണം വരികയും ആ ആരോപണം വന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നഗരസഭാ കർമ്മസമിതിയും കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും എല്ലാം ചേർന്ന് അവരോട് സംസാരിക്കാൻ വേണ്ടി പോയത്. കാരണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് അവർ വീണ്ടും പ്രകോപനപരമായ തരത്തിൽ ഞങ്ങളോട് സംസാരിക്കുകയും ആയതിൻ്റെ ഭാഗമായിട്ട് ചില ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 സ്ത്രീകൾക്ക് നേരെ അവർ അതിക്രമം നടത്തി. അവർ താഴെ വീണു. മഴയും ചളിയും എല്ലാം ഉള്ള സമയത്താണ് അവർ ഹോസ്പിറ്റലിൽ പോവുകയും പോലീസിൻ്റെ പരാതികളും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നഗരസഭ ഒരു സമര രംഗത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ സമ്മർദ്ദവും അല്ലെങ്കിൽ അതിന് അത്രയും വലിയൊരു തീരുമാനവും വേണം. സാധാരണ നഗരസഭ ഒരു സമരം നടത്തേണ്ട ഒരു സമിതി അല്ലല്ലോ. പക്ഷെ നീലേശ്വരത്തിൻ്റെ ഒരു ജനകീയ പ്രശ്നം ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മറ്റു വഴികളില്ലാത്ത സാഹചര്യത്തിൽ നഗരസഭ ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയതാണ്. അതേസമയം വസ്തുതാപരമല്ലാത്ത പോസ്റ്റ് ഗ്രൂപ്പിൽ വന്നതിന് പിന്നാലെ തന്നെ അഡ്മിൻ അത് നീക്കം ചെയ്തിരുന്നുവെന്നും ഇത് പോസ്റ്റ് ചെയ്തയാളെ വിളിച്ച് താക്കീത് നൽകി ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരുന്നുവെന്നുമാണ് ജനകീയ സമിതിയുടെ നേതാവായ ശ്രീനാഥ് ശശിയുടെ പ്രതികരണം. ഇന്ന് രാവിലെ 11:30യോടുകൂടി ജനകീയ സമരപ്പന്തലിൽ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും അതുപോലെ ഏതാനും വ്യക്തികളും ചേർന്ന് ജനകീയ സമരപ്പന്തലിലെത്തി ജനകീയ സമരസമിതി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുന്നുണ്ടായി. ജനകീയ സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം വിദ്യാടന് പരിക്കേട് പറ്റുകയും ഇതിന് ആസ്പദമായ വിഷയം ജനകീയ സമരസമിതിയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു പൊതുജനം ഇട്ടൊരു വോയിസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വോയിസ് ഞങ്ങൾ അഡ്മിന്മാർ കേൾക്കുകയും ആ വോയിസിലുള്ള വിഷയം ആധികാരികത ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവിടെ തന്നെ കൃത്യമായി അത് വാർണിംഗ് കൊടുത്ത് ആ മെസ്സേജ് 5 മിനിറ്റിനുള്ളിൽ അവിടെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അസ്വസ്ഥത എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ മെസ്സേജ് ഇന്നലെ നമ്മൾ കൃത്യമായി വാർണിംഗ് കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് ആധികാരപരമായി നമ്മൾ പെരുമാറിയിട്ട് കൂടി നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ പന്തലിലെത്തി ഈ ജനകീയ സമര പന്തലിൽ നോക്കി എന്ത് അസൂക്ഷ്മതയാണ് കാണിച്ച് എന്ത് മെസ്സേജാണ് അവർ പാസ് ചെയ്തത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ പരാമർശിച്ച് സമൂഹ മാധ്യമത്തിൽ വന്ന കുറിപ്പാണ് സമരപ്പന്തലിൽ കർമ്മസമിതി ഭാരവാഹികളും സമരസമിതി ഭാരവാഹികളും തമ്മിൽ ശക്തമായ വാക്കേറ്റത്തിലും തുടർന്ന് കയ്യാങ്കളിയിലും കലാശിച്ചത്. വിവരമറിഞ്ഞയുടെ സ്ഥലത്തെത്തിയ നീലേശ്വരം പോലീസാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. സംഭവത്തിൽ സമരപ്പന്തലിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയെന്ന് കാണിച്ച് സമരസമിതിയും പോസ്റ്ററിനെക്കുറിച്ച് ചോദിക്കാൻ ചെന്ന ചെയർമാൻ അടക്കമുള്ളവരെ ആക്രമിച്ചു എന്ന് കാണിച്ച് കർമ്മസമിതിയും നീലേശ്വരം പോലീസിൽ പരാതി നൽകിയതായും അറിയുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.